ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ദോശ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ എന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ നമ്മളിത് ബ്രെഡ് കൊണ്ടാണ് തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ ഒരു 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി വലിയ ബ്രെഡാണ്, അതിൻ്റെ പേരിലാണ് 3 എടുത്തിട്ടുള്ളത്. ചെറിയ മീഡിയം സൈസ് ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഒരു 4 ബ്രെഡ് വേണ്ടി വരും. അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. ഇതിൻ്റെ കൂടെ പിന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചേർക്കുകയാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്കിത് വേണ്ടത് നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ബ്രെഡെല്ലാം നന്നായിട്ട് പൊടിഞ്ഞിട്ട് കിട്ടുന്നവരെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒരു 30 സെക്കൻഡ് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. നമ്മുടെ ബ്രെഡെല്ലാം ഞാനിപ്പോൾ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ചേർക്കാം. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കിയെടുക്കുന്ന ഒരു ദോശയാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ്. അപ്പോൾ ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലതുപോലെ ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട് ഒരു തക്കാളി. അപ്പോൾ അതും ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് എരിവിന് വേണ്ടിയിട്ട് മാത്രം ഒരു പച്ചമുളക് ചെറുതായിട്ട് അതും അരിഞ്ഞിട്ട് അതും കൂടി ചേർക്കാം നമുക്ക്. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആകെ നമ്മൾ ഇത്രയും മാത്രമേ ചേർക്കണുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് ബ്രെഡ് ആയതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് വെള്ളം ഇത് വലിച്ചെടുക്കും. അതിൻ്റെ പേരിൽ നമ്മൾ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബാറ്റർ ഇപ്പോൾ നല്ലതുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും കട്ടിയായിട്ടാണ് ഇതിപ്പോൾ ഉള്ളത്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ദോശ ചുടുന്നത് പോലെ ഇങ്ങനെ ചുറ്റിച്ചൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. അതിൻ്റെ പേരിൽ നമ്മളിങ്ങനെ എടുത്ത് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. അതിനുശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു 15 സെക്കൻഡ് മാത്രം ഒന്ന് അടച്ച് വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് സമയമൊന്നും അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. ഉറപ്പായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീട്ടിൽ ഇനി ദോശമാവൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കാനാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തേക്കാനൊക്കെ ഇത് മാത്രം മതിയാകും. പ്രത്യേകിച്ച് ഇനി ഇതിന് കറിയൊന്നും വേണമെന്നില്ല. പക്ഷെ നമ്മൾ ഏത് കറിയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ചമ്മന്തി ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും മുട്ട റോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും വെജ് കുറുമയാണെന്നുണ്ടെങ്കിലും ഏതായാലും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.